ഹായ് ചങ്ങായിമാരെ, ഞാൻ ഇന്നലെ തുണിയില്ലാണ്ട് നടക്കുന്ന ഒരു ചങ്ങായിന്റെ വീഡിയോ ഇട്ടിട്ട് ശശികല ടീച്ചർ വേടനെ പറഞ്ഞതിനെതിരെ ഒരു വീഡിയോ ചെയ്തപ്പോൾ കുറച്ച് സംഖ്യകൾ, ഹിന്ദുക്കളല്ല കേട്ടോ, കുറച്ച് സംഖ്യകൾ എന്താ പറയാ, ഹിന്ദുക്കളെ വിശ്വാസത്തിനെതിരെ പറയുന്നടാ, ഹിന്ദുക്കളെ വിശ്വാസത്തെ കളിയാക്കുന്നതാണ്. ഈ തുണിയില്ലാണ്ട് നടക്കുന്നത് ഹിന്ദുക്കളെ വിശ്വാസം ആരാടാ പറഞ്ഞ സംഖ്യകളെ? അത് നിങ്ങൾ സംഖ്യകളെ വിശ്വാസം കേട്ടാ. ഞാൻ ഇനിയും കാണിച്ചു തരാം. നിങ്ങൾ പറഞ്ഞത് വിശ്വാസമാണ്, എങ്ങനെ ഇത് വിശ്വാസമാവും നമുക്ക് നോക്കാമല്ലോ. ഇനി അതേപോലത്തെ വീഡിയോ ഞാൻ ചെയ്യും, നോക്കി നിങ്ങൾ ഇത് കണ്ടു നോക്ക്. വേറെയും വീഡിയോ. പഞ്ചാബോളികൾ പറയുന്നതേ കേൾക്കൂ എന്ന ഭരണകൂടത്തിന്റെ രീതി മാറ്റണം. ആളുകളെയൊക്കെ പിടിച്ച് വേദിയിൽ എത്തിച്ച് അതിന്റെ മുന്നിൽ 10,000-ങ്ങളെ തുള്ളിക്കേണ്ടി വരുന്ന ഗതികേട്. ആടിക്കളിക്കട കുഞ്ചിരാമ, ചാടിക്കളിക്കട കുഞ്ചിരാമ എന്ന് പറഞ്ഞിട്ട് ആ കുഞ്ചിരാമന്മാരെ ചാടിക്കളിപ്പിക്കുകയും ചുടുചോറ് മാന്തിക്കുകയും ചെയ്യും. ഇപ്പൊ ശശികല ടീച്ചർ ആ വോയിസും കൂടി വന്നപ്പോ കറക്റ്റ് ആയില്ല. ശശികല ടീച്ചർ ആരെയാ പറഞ്ഞതെന്ന്? കാരണം ഇതുപോലുള്ളവരെയാണ് ശശികല ടീച്ചർ പറഞ്ഞതെന്നല്ല പറയേണ്ടത്. ആ തള്ള പറയേണ്ടത് ആ ശശികല, വിശകല ടീച്ചറല്ല, വിശകല പറയേണ്ടത് ഇതുപോലുള്ള ആൾക്കാരെയാണ്. സംഘപരിവാറുകാർ ഉയർത്തിക്കൊണ്ടിരുന്ന ഇതുപോലെ സന്യാസിമാർ എന്ന് പറയുന്ന വെറുതെ ആൾക്കാരെ ഹിന്ദുക്കളെ പറയിപ്പിക്കാണ്ട് നടക്കുന്ന കുറേയുണ്ട്. ഇവരെയാണ് പറയേണ്ടത്. ഇയാൾ ഏതാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇയാൾ ഹിന്ദു അല്ല, ഇയാൾ ഒരു ഹിന്ദു ധർമ്മത്തിന്റെ ആളുമല്ല. അതിന്റെ തെളിവുകൾ ഒരുപാടുണ്ട്. ഒന്നും കൂടി കണ്ടു നോക്കിങ്ങൾ. कृष्ण जगन्नाथ प्रेमानंद ये क्या हुआ क्या हुआ प्रभु 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 हे राम कृष्ण जगन्नाथ प्रेमानंद हे राम कृष्ण जगन्नाथ प्रेमानंद हे प्रभु अरे क्या हुआ? ഇതുപോലുള്ള ആൾക്കാർ, വിവരമുള്ള നാട്, ഇതിന് മലയാളികളെ കേരളത്തിൽ നിന്ന് പറയണ്ട, വിവരമുള്ള ആൾക്കാരുടെ ഇടയിൽ ഇതുപോലത്തെ ഒരാൾ പോയി ചെന്ന് കഴിഞ്ഞാൽ അയാളുണ്ടല്ലോ വേഗം ഒരു മാനസിക രോഗ ആശുപത്രിയിൽ കൊണ്ടാക്കുക. അല്ലെങ്കിൽ വിവരമുള്ള ആൾക്കാർ അയാൾ തുണി കുടിപ്പിക്കും. ഇമാര് ലങ്കോട്ടിട്ട് നടക്കുന്ന ടീമിനെ തുണി കുടിപ്പിക്കുക. അല്ലാണ്ട് ഇയാളെ ആ മരത്തിന്റെ പൊത്തിൽ ഇയാളെ ഇയാൾ ഉദ്ദേശിക്കുന്ന ദൈവം എന്നാണ്. കുറെ സംഖ്യകൾ ഇയാളെ ദൈവമാക്കുന്നുണ്ട്. പക്ഷെ ഇയാളെ ദൈവം എന്നല്ല, ഇയാൾക്കൊന്നൊരു മാനസിക രോഗമാണ്. പിന്നെ എന്താണ് ഇയാൾ ഈ കളിച്ചു കൂടുന്നതിന് പറയാ? വിവരമുള്ള ആൾക്കാർ എന്താ പറയാ? മാനസിക രോഗം തന്നെയല്ലേ. ഇയാൾ ആരാധിക്കുന്ന ടീമിന് മാനസിക രോഗികൾ എന്നേ പറയാൻ കഴിയും. അതായത് സംഖ്യകൾ നിന്ന്. ഇനിയും കാണിച്ചറിയാം. കേരളത്തിലല്ലാന്ന് ഇയാൾ ഈ ലങ്കോട്ടി ഇട്ട് വന്നിട്ട് ഭക്തിന്റെ പേരിൽ ഈ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അയാൾ ആ പൊത്തിവെച്ച ഉണ്ടംപുരിയില്ലേ അതടക്കം എണ്ണയിലിട്ട് ചുട്ടു മലയാളികൾ. സത്യം ഉറപ്പ സംഖ്യകളെ. നിങ്ങൾ ഇയാളെ ഇവിടെ കൊണ്ട എന്നിട്ട് ഇതുപോലെ ഇയാളെ ഈ നക്കന പ്രദർശനം കേരളത്തിൽ കാണിക്കുക. നിങ്ങൾ വേടനൊരു പാട്ട് പാടുമ്പോ കുരുപൊട്ടുന്ന നിങ്ങൾക്ക് ഇയാളെയെല്ലാം നിങ്ങൾ ആരാധിക്കുന്നതെന്ന് അറിയുമ്പോട്ടില്ല ലജ്ജ തോന്നുന്നത് സംഖ്യകളെ. നിങ്ങളെ സംഖ്യകൾ എന്ന് വിളിക്കാൻ തന്നെ ലജ്ജ തോന്നുന്നു. നിങ്ങളിത് ഹിന്ദുധർമ്മ എന്ന് പറയലട്ടാ, അത് സംഖ്യധർമ്മം എന്ന് കൂട്ടിക്കുക. ഹിന്ദുധർമ്മത്തിൽ ഇങ്ങനെ ഒരു സംഭവമില്ല, ജെട്ടിയിട്ട് അടക്കലെന്ന് പറഞ്ഞ സംഭവമില്ല. ഇയാൾ ഈ കാണിക്കുന്ന കോപ്രായത്തിന് ഹിന്ദുധർമ്മമായിട്ട് യാതൊരു ബന്ധമില്ല. ഇയാൾ ആരാധിക്കുന്നവരിലും ഹിന്ദുക്കളില്ല, സംഖ്യകൾ ഉണ്ടാവും. സംഖ്യക്ക് ഇയാളെ ദൈവമായിരിക്കും, ബാക്കിയുള്ള ഹിന്ദുക്കൾക്ക് ഇയാളൊരു ദൈവവും ഇല്ല. എന്നാ പിന്നെ കുരുപൊട്ടുന്നവർക്ക് കുരുപൊട്ടട്ടെ. സുലാൻ.